ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഷാനവാസ് കാണിച്ചത് വളരെ മോശമായി പോയിട്ട്, വളരെ മോശമായി. അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. അത്രയേറെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഷാനവാസ കാണിച്ചത്. അത് അവരവിടെ കുക്ക് ചെയ്യുന്ന ഫുഡ് ആയിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. അത് രണ്ടുപേര് കേരളത്തിൽ നിന്ന് അത് പാക്ക് ചെയ്ത് കെട്ടി കൊണ്ടുപോയതാണ്, അവർക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെയുള്ള സമയത്ത് ഷാനവാസ് ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചത് വളരെ മോശമായി പോയി. അനീഷ് എന്താണ് ചെയ്തത്? അനീഷ് ഈ ഒരു കാര്യം പറയുക മാത്രമാണ് ചെയ്തത്. ഇത് അവരങ്ങനെ കൊണ്ടുവന്ന ഫുഡിന്റെ ഫ്രണ്ടിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ കച്ചറ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ അനീഷ് പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞതിന് നീ മിണുങ്ങ് എന്ന് പറഞ്ഞിട്ട് അത് എറിയുന്നുണ്ട്. അനീഷ് ഒരു കാര്യം ചോദിച്ചു, അത് പ്രൊവോക്കേറ്റീവ് ആയിരുന്നു. ഇത്തിരി ചോദിച്ചത് ഇതാണ്, ഇങ്ങനെയുള്ള സാധനമൊക്കെ നീ ഇറങ്ങുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കിയ ആ ഒരു സാധനം നിനക്ക് ഇറങ്ങുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ ഒരു പ്രൊവോക്കേഷന്റെ പുറത്താണ് ഷാനവാസ് അത് എറിയുന്നത്. പ്ലേറ്റ് എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അക്ബറുമായിട്ട് ഒരു ചെറിയൊരു പക്ഷവിഷയം ഉണ്ടാവുന്നുണ്ട്. അക്ബറും ഇതിനകത്ത് എതിരാണ് കേട്ടോ, ഷാനവാസിനെതിരാണ്. ഒട്ടുമിക്ക എല്ലാവരും തന്നെ എതിരാണ്. കാരണം വളരെ മോശമായി പോയി ഈ ഒരു പ്രവൃത്തി. പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. ഇത്രയും പ്രായമുള്ള ആ വീട്ടിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും മൂത്ത വ്യക്തിയാണെന്ന് തോന്നുന്നു ഷാനവാസ് കഴിഞ്ഞാൽ അനീഷാണ് ഏറ്റവും മൂത്തത്. അപ്പൊ ഇങ്ങനെ ഒരു മൂത്തൊരാളുടെ ഒരു മെച്ചൂരിറ്റി കാണിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് പ്ലേറ്റ് എറിഞ്ഞിട്ട് പോവുക. അവിടെ ഈ മട്ടൻ ബിരിയാണിയുടെ കേസ് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ ഫൈറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ അത് കഴിച്ചു തീർത്തിട്ടെങ്കിലും പോകണ്ടേ. അനുമോൾ അവിടെ പട്ടിണി ഇരിക്കുന്നുണ്ട്, അത് വേറെ. അനുമോൾ അവിടെ പട്ടിണി ഇരുന്നിട്ട് ഈ പുള്ളി ഇങ്ങനെ അത് എറിഞ്ഞിട്ട് പോയത് വളരെ മോശമായി. അനുമോൾ അവിടെ മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ നൂറ അവിടെ ഇരുന്നിട്ട് പറയുന്നത്, നൂറയ്ക്ക് വളരെയേറെ വിഷമമുണ്ട് കേട്ടാണ്. നൂറ അതിൽ ഇവർ രണ്ടുപേരെയും കിറഫി കിട്ടിയ ഒരു സാധനമാണ്. അപ്പോ നൂറ പറയുന്നുണ്ട്, അത് പുള്ളിയോട് പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാക്കൂല എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട്. അനുമോളോട് കഴിക്കാനായിട്ടാണ് പറയുന്നത്. എനിക്കൊന്ന് അനുമോൾ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ലൈവിൽ കണ്ടൊരു കാര്യമാണ്, ഷാനവാസിന്റെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടല്ലോ, വേസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കളയുന്നുണ്ട്. എക്സ്ട്രാ പീസൊക്കെ എടുത്തതാണ്, ഒരു പീസ് എക്സ്ട്രാ ഒക്കെ എടുത്തതാണ്, അതടക്കം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആര്യൻ 2 പീസ് എടുത്ത സമയത്ത് ഷാനവാസ് 1 പീസ് എക്സ്ട്രാ 3 പീസ് എടുത്തിട്ടാണ് വേസ്റ്റ് ചെയ്യുന്നത്. പ്രായമുള്ള മനുഷ്യനാണ്, ആ വീട്ടിലെ ഏറ്റവും മൂത്ത മനുഷ്യനാണ്, തലമൂത്ത മനുഷ്യനാണ്. കാണിക്കുന്ന പരിപാടിക്ക് ഒരു മെച്യൂരിറ്റി ഇല്ല, വെറും മെച്യൂരിറ്റി ഇല്ലായ്മയാണ് ഷാനവാസ് കാണിച്ചത്. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.